ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ചെമ്പരത്തിയെക്കുറിച്ചാണ്. എൻ്റെ വീട്ടിൽ നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്ന ചെമ്പരത്തികളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ചെമ്പരത്തിയുടെ പരിചരണവും കൊമ്പ് നടലും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ചുറ്റുപാടുമായിട്ട് ഒരുപാട് ചെമ്പരത്തികൾ കാണാൻ കഴിയുമല്ലേ? നാടനും ഹൈബ്രിഡും അങ്ങനെ ഒരുപാട്. എൻ്റെ അടുത്തും ഒരു 3-4 വെറൈറ്റിയാണ് കേട്ടോ ഉള്ളത്. അതിലേറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്നത് ഈ ഒരു മഞ്ഞ കളറിലെ ചെമ്പരത്തിയാണ്. ഇനി അടുത്തത് വന്നിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു റോസാപ്പൂ പോലെ കുറേ ഇതളുകളായിട്ടുള്ളൊരു ചെമ്പരത്തിയാണ് കേട്ടോ. നല്ല ഡാർക്ക് റെഡ് കളറിലെയാണ്. ഇനി അടുത്തത് ഈ ഒരു പിങ്ക് കളറിലെ ചെമ്പരത്തിയാണ് കേട്ടോ. ഒറ്റതളാണ് വരുന്നത്. കുഞ്ഞു പൂവാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത്. ഇതിൻ്റെയും ഇപ്പോൾ പൂക്കളൊന്നുമില്ല. ചെടിച്ചട്ടിയിലായതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്താണ് കേട്ടോ നിർത്തുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നല്ലൊരു എന്താ പറയുക പിങ്ക്, ഡാർക്ക് പിങ്ക് കളറിലെ ചെമ്പരത്തിയാണ് കേട്ടോ. ഇതിലും നന്നായിട്ട് പൂക്കളുണ്ടാവുന്നുണ്ട്. എങ്കിലും മഞ്ഞയിലാണ് കേട്ടോ നല്ല രീതിക്ക് പൂക്കളുണ്ടാവുന്നത്. മഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു പിങ്കും. ഇതെല്ലാം ഞാൻ എൻ്റെ ചെടിച്ചട്ടിയിലാണ് കേട്ടോ നട്ടിരിക്കുന്നത്. ചെടിച്ചട്ടിയിൽ നട്ടാലും നല്ല രീതിക്ക് തന്നെ പൂക്കൾ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, കീടശല്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുക്കേണ്ട പരിചരണങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ മഞ്ഞ ചെമ്പരത്തിയുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നിലത്താണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ. ഇതും ഞാൻ കട്ട് ചെയ്ത് നിർത്തുന്നതാണ്. പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് പൊക്കം വെച്ച് ഞാൻ കൊണ്ടുപോവില്ല. അപ്പോഴത്തേനും അതങ്ങോട്ട് കട്ട് ചെയ്ത് നിർത്തും. ഇതിലും നല്ല രീതിക്ക് തന്നെ മൊട്ടും പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മളുടെ ചെടിച്ചട്ടിയിലുള്ള ചെടികൾക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് നമ്മൾ പരിചരണം കൊടുക്കണം. മണ്ണിലാവുമ്പോൾ അത്രത്തോളം വേണ്ടി വരില്ല. ചെമ്പരത്തി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൊഗെയിൻ വില്ല പോലെ തന്നെയാണ് കേട്ടോ. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഈ ഒരു ചെടി വെക്കാനായിട്ട്. വെയിലില്ലെങ്കിൽ നമ്മളുടെ ചെമ്പരത്തിയുടെ ഇലയൊക്കെ മഞ്ഞച്ചു പോവും. പൂക്കൾ ഉണ്ടാവുന്നതും വളരെ കുറവായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചെമ്പരത്തിൽ നിന്നാണ് നമുക്ക് നടാൻ ആവശ്യമായിട്ടുള്ള കൊമ്പ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഏകദേശം ഒരു പെൻസിലിൻ്റെയൊക്കെ വലിപ്പമുള്ള കൊമ്പ് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഭയങ്കരമായിട്ട് മൂത്ത കൊമ്പ് നമുക്ക് ആവശ്യമില്ല. ഏകദേശം അത്രത്തോളം വലിപ്പമുള്ളത് മതിയാകും. അപ്പോൾ ഞാൻ രണ്ടും എടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞയിൽ നിന്നും എടുക്കുന്നുണ്ട്, പിങ്കിൽ നിന്നും എടുക്കുന്നുണ്ട്. നിലത്ത് നട്ടിരിക്കുന്ന മഞ്ഞ ചെമ്പരത്തിയിൽ നിറച്ചു മുട്ടാണ് കേട്ടോ. അപ്പോൾ അത് പറിക്കുമ്പോൾ ഭയങ്കര സങ്കടമാവും. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചരിച്ച് കട്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കണം കേട്ടോ. കാരണം ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ മണ്ണിലേക്ക് ഈ ഒരു കൊമ്പ് ഇറക്കി വെക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ ആ മണ്ണ് ഈ ഒരു കൊമ്പിൽ പിടിച്ചോളും. അതായത് വേര് വരാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത കൊമ്പ് എടുക്കാം കേട്ടോ. ഈ ഒരു നല്ല വണ്ണുള്ള കൊമ്പ് നമ്മളുടെ മഞ്ഞ ചെമ്പരത്തിയുടെ ആണ് കേട്ടോ. അത് കുറേ നാളായിട്ട് അവിടെ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രത്തോളം വലിപ്പം വെച്ചിരിക്കുന്നത്. ഇനി അതല്ലാണ്ട് ഇപ്പുറത്ത് നിൽക്കുന്നത് ഈ പിങ്കിൻ്റെ ആണ് കേട്ടോ. ചെടിച്ചട്ടിയിലും ഞാൻ നിലത്തും കുഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി എടുക്കാൻ പോകുന്നത് ഈ ഒരു പിങ്കിൻ്റെ കൊമ്പാണ്. ഈ ഒരു കൊമ്പ് തന്നെ എടുക്കാം കേട്ടോ. ഇതിലാവുമ്പോൾ മുട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മഞ്ഞ ചെമ്പരത്തി കണ്ടോ എന്തോരം മുട്ടാണ് ഉണ്ടായി നിൽക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഈ ഒരു ചെടിയിൽ നിന്നും ഞാൻ കട്ട് ചെയ്യാൻ കേട്ടോ. കാരണം കട്ട് ചെയ്യാനായിട്ടൊരു കൊമ്പ് ഇതിലില്ല. അത്രത്തോളം മുട്ടും പൂവും ഒക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ചെമ്പരത്തിയിൽ നിന്ന് എടുത്തത്. അതിലാവുമ്പോൾ ഒരു മുട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ 2 കൊമ്പും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നടാനുള്ള പോട്ടി മിക്സ് റെഡിയാക്കാം. പോട്ടി മിക്സിനായിട്ട് ഞാൻ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. മെയിനായിട്ട് ബയോബിൻ കമ്പോസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബയോബിൻ കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചെടിച്ചട്ടി ലൈറ്റ് വെയിറ്റ് ആക്കാനും മണ്ണിലെ വായു സഞ്ചാരം കൂട്ടാനും ഒക്കെ ആയിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഒരു ബയോബിൻ. ഇനി അടുത്തതായിട്ട് വേപ്പിൻ പിണ്ണാക്കാണ്. നമ്മളുടെ മണ്ണിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് മണ്ണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നടാൻ പോകുന്നത് ഈ ഒരു ചെറിയ പോട്ടിലാണ്. അതിൻ്റെ ഹോൾസൊക്കെ ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയിലായാലും നമുക്ക് നട്ടുകൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ നല്ല ഹൈറ്റിലൊക്കെ വെച്ച് പോകണം എന്നാണെങ്കിൽ നമുക്ക് വലിയ ചെടിച്ചട്ടി എടുക്കാം. അല്ല നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല ഭംഗിക്കൊക്കെ നിർത്താനാണെങ്കിൽ ഈ ഒരു പോട്ട് മതിയാകും.
എനിക്ക് പൊതുവേ ചെടികൾ ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകുന്നത് അത്ര ഇഷ്ടമല്ല. ഞാൻ അപ്പോഴത്തേനും കട്ട് ചെയ്ത് അങ്ങനെ നിർത്തും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെറിയ പോട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ചെറിയ പോട്ടിലാണെങ്കിലും നല്ല രീതിക്ക് തന്നെ ചെമ്പരത്തി വളർന്ന് കിട്ടാറുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ള ചെമ്പരത്തി ഞാൻ കാണിച്ചു തരാം. ദാ ഈ ഒരു ചെടിച്ചട്ടി നോക്കിയേ, സെയിം തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ നടാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയുടെ അതേ വലിപ്പമുള്ള ചെടിച്ചട്ടി തന്നെയാണ് കേട്ടോ. ഇതിൽ നോക്കിയേ ചെമ്പരത്തി പൂവുണ്ടായി നിൽക്കുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്ത് നിർത്തുന്നതാണേ കണ്ടോ. ഈ ഒരു രീതിക്ക് വേണമെങ്കിൽ നമുക്ക് നല്ല ഭംഗിയോടുകൂടി നിർത്താം. ഈ കാണുന്ന മണ്ണിൻ്റെ ചട്ടിയാണെങ്കിലും അധികം വലുതൊന്നും അല്ല, പക്ഷെ നോക്കിയേ അതിൽ നിൽക്കുന്നത് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. പിന്നെ മതിലിൻ്റെ അപ്പുറം കാണുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു ലെവലിൽ വെട്ടി നിർത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നടാനായിട്ട് തുടങ്ങാം. താഴെ അത്യാവശ്യം ചെമ്പരത്തികൾ ഉള്ളത് കൊണ്ട് മേളിലാണ് കേട്ടോ ഞാൻ ഈ നടുന്ന ചെമ്പരത്തി വെക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ചെമ്പരത്തിയുടെ കൊമ്പ് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണൊരുക്കുമ്പോൾ നല്ല നീർവാഴ്ചയുള്ള മണ്ണ് വേണം ഒരുക്കാനായിട്ട്. ഞാനിവിടെ ആദ്യം തന്നെ മണ്ണാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളുടെ ബയോബിൻ കമ്പോസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും കുറച്ചും കൂടി മണ്ണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സിംഗ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഒരു ബയോബിൻ കമ്പോസ്റ്റ് തന്നെയാണ് കേട്ടോ. കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ടുപോയി വെക്കാൻ പറ്റും കേട്ടോ. എൻ്റെ കൂടുതൽ ചെടികളും ഇരിക്കുന്നത് ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഞാൻ മണ്ണൊരുക്കാറ്. ഇപ്പോൾ ഇതും വെക്കുന്നത് ഈ ഒരു ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ. ഇതേപോലെ നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന പല ചെടികളുടെയും പരിചരണത്തിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെമ്പരത്തിയും മുല്ലയും ബൊഗെയിൻവില്ലയും ഒക്കെ ഉണ്ട് കേട്ടോ. കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് കണ്ടു നോക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ മണ്ണൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് എല്ലുപൊടി മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി നമ്മൾ കൊമ്പ് നട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അതിലെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. നമുക്കറിയാലോ, ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തണ്ടിൽ നിന്നാണ് കിട്ടുന്നത്. അമിതമായി ഇലകൾ നിൽക്കുമ്പോൾ ഈ കൊമ്പിലെ വെള്ളം മുഴുവൻ ഇലകൾ വലിച്ചെടുക്കുകയും അതിലൂടെ നമ്മൾ നട്ടുകൊടുക്കുന്ന കൊമ്പ് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇലകൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന നനവ് അതേപോലെ തന്നെ നമ്മളുടെ തണ്ടിൽ ഉണ്ടാവും. ഒരു ചെടി വളർന്നു വരുമ്പോൾ അത് നല്ല രീതിക്ക് തന്നെ വളർന്നു വരാൻ അതിന് ഊർജം ആവശ്യമാണ്. നമ്മളുടെ ഇലകൾ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ കൊമ്പിൻ്റെ ഊർജം മുഴുവൻ ഇലകളിലേക്കാണ് പോവുക. അതേസമയം ഇലകൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ പുതിയ വേരുണ്ടാക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലകൾ ഉണ്ടെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ കൊഴിഞ്ഞ് താഴത്തേക്ക് വീണ് മണ്ണിൽ കിടന്ന് പിന്നെയും ഫംഗസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൊമ്പിലെ ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ കട്ട് ചെയ്യുന്നതുകൊണ്ട് ചെടിയുടെ വേരിനും നല്ലതാണ്. ആ കൊമ്പ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പിടിച്ചു കിട്ടും. ഇനി ഞാൻ കറ്റാർവാഴയുടെ ഒരു ചെറിയ തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ മുക്കിയിട്ടാണ് ഞാൻ ഇത് നട്ടു കൊടുക്കുന്നത്. നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ് നമ്മളുടെ ഒരു കറ്റാർവാഴ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതുമാത്രമല്ല, ബാക്ടീരിയയും ഫംഗസിനെയൊക്കെ തടയാനുള്ളൊരു കഴിവും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു കറ്റാർവാഴക്ക്. തണ്ട് നമ്മൾ നട്ടു കൊടുക്കുന്ന കൊമ്പ് പെട്ടെന്ന് ഉണങ്ങിപ്പോവാണ്ടിരിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അത് കൂടാണ്ട് മണ്ണിലുണ്ടാവുന്ന ഫംഗസ് തടയാനായിട്ടാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി വേരിൻ്റെ സംരക്ഷണത്തിനാണ് നമ്മൾ കറ്റാർവാഴയും ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കട്ടെ കേട്ടോ. അധികം ആഴത്തിലേക്ക് ഞാൻ നട്ടു വെച്ചിട്ടില്ല. നല്ല രീതിക്ക് തന്നെ വെള്ളം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ നനച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയുടെ കൊമ്പൊക്കെ നട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള പ്രകൃതിദത്തമായ ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ല് പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. അതിനായിട്ട് സ്പെഷ്യൽ റൂട്ടിംഗ് ഹോർമോൺ ഒന്നും നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ വെറുതെ നട്ടാൽ പോലും ഈ ഒരു ചെമ്പരത്തി നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതാണ് കേട്ടോ.
ഇനിയിപ്പോൾ നമ്മളുടെ ചെമ്പരത്തിയെ ഒന്ന് തണലത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 10-20 ദിവസം തണലത്ത് തന്നെ ഇരിക്കട്ടെ അല്ലേ. നനവൊക്കെ നോക്കിയിട്ട് നമുക്ക് നനച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് പിടിച്ചതിന് ശേഷം വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.